പ്രതീക്ഷ 1,00,000 പ്രവർത്തകരെ ഇന്ന് മോദിയുടെ റോഡ് ഷോയോടനുബന്ധിച്ച് ഈ തിരക്കേറിയ കൊച്ചി നഗരത്തെ സ്തംഭിപ്പിക്കുന്ന തരത്തിൽ 1,00,000-ലധികം പ്രവർത്തകരെ ഒത്തുകൂടുമെന്നാണ് അല്ലെങ്കിൽ ഇവിടെ എത്തുമെന്നാണ് BJPയുടെ അവകാശവാദം, അല്ലെങ്കിൽ അവർ ശ്രമിക്കുന്നത്, അതിന് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടക്കുന്ന ഭാഗത്തേക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് MG റോഡിലെ രവിപുരത്താണ്. ഇവിടുത്തെ ഈ ജോസ് റോഡിൽ നിന്ന് തന്നെ, അതായത് ഈ നാവികസേന ആസ്ഥാനത്ത് നിന്ന് നമ്മുടെ മോദി എത്തുന്ന ഈ വഴി നീളെ പ്രവർത്തകർ നടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് പ്രവർത്തകർ ബസ്സിലും വാഹനങ്ങളിലും ഒക്കെ ആയിട്ട് ഈ ഗതാഗത നിയന്ത്രണം വരുന്നതിന് മുമ്പ് തന്നെ പോകുന്നതിന് തിരക്കാണ്. ചേട്ടാ, എങ്ങോട്ടാണ്? റോഡ് ഷോ അടുത്തേക്ക് പോകണോ? റോഡ് ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ലോകാരാധന നരേന്ദ്രമോദി വരുന്ന പരിപാടി കേരളത്തിൽ എവിടെ വന്നാലും ഞങ്ങൾ കുട്ടനാട്ടിലെ BJPയുടെ ആളുകൾ കാണും. ചേട്ടാ എവിടുന്നാണ്? കുട്ടനാട് തന്നെയാണ്. കുട്ടനാട് ആലപ്പുഴ എല്ലാം കുട്ടനാട് താലൂക്കിൽ നിന്ന് വന്നതാണ് എല്ലാവരും. അപ്പോൾ ഇനിയും ആളുകൾ വരാണെന്ന് പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ എത്ര പേരുണ്ട്? ഞങ്ങളിപ്പോൾ 7 പേരുണ്ട്. ചേട്ടൻ എവിടുന്നാണ്? കുട്ടനാട്. നിങ്ങളെല്ലാം സജീവ BJP പ്രവർത്തകരാണോ? പ്രവർത്തകർ വർഷങ്ങളായിട്ട്. എങ്ങനെയുണ്ട് ഒരു രണ്ടാം വരവ്? ഇപ്പോൾ കുറച്ച് നാളിന് ശേഷം തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. കൊച്ചിയിലേക്ക് ഇപ്പോൾ വീണ്ടും എത്തി. ആദ്യത്തെ ഉണ്ടായിരുന്നോ? ആദ്യത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഇവിടെ വന്നാലും നരേന്ദ്രമോദി വന്ന് ഞങ്ങളോട് ഉണ്ട്. ഇന്ന് എങ്ങനെയായിരിക്കും പരിപാടി? എത്ര പേരുണ്ടാവും? 50,000 പേരെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 50,000 കൂടുതൽ ആളുകൾ കാണും. കൂടുതലുണ്ടാവും. എറണാകുളം ജില്ലയുടെ ഒരു പരിപാടിയാണ്. കേരളത്തിൻ്റെ മൊത്തം പരിപാടിയല്ല. എങ്കിലും നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെ വരും. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരും. ഇപ്പോൾ 50 പറഞ്ഞെങ്കിൽ 75 ആളുകൾ കാണും. അദ്ദേഹത്തിന് റോഡ് ഷോയിലൊക്കെ മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇല്ല. ഞങ്ങളൊരു 30 വർഷമായിട്ട് ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾ, 30-35 വർഷമായിട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ ഞങ്ങളുടെ ഫാനാണ്. അപ്പോൾ പുള്ളി കേരളത്തിൽ എവിടെ വന്നാലും കുട്ടനാട്ടിൽ BJPയുടെ ഒരു 50 പ്രവർത്തകർ ഇവിടെ കാണും. എങ്ങനെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ എങ്ങനെയായിരിക്കും ഇത്? ഒരുപാട് ഗുണം ചെയ്യും. വൻ വിജയമല്ലേ? ഒരു ടൈമോടെ BJP അധികാരത്തിൽ വരും കേന്ദ്രത്തിൽ. നരേന്ദ്രമോദി തൃശ്ശൂരിൽ സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുകയും ചെയ്യും. അതിനുള്ള അന്തരീക്ഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നത്. ഇനിയും വരും അദ്ദേഹം. ചേട്ടൻ്റെ മണ്ഡലം ഏതാ? എൻ്റെ കുട്ടനാട് താലൂക്ക് ചമ്പക്കുളം മണ്ഡലം. ലോക്സഭാ മണ്ഡലം മാവേലിക്കര. ഈ തവണ എന്ത് സംഭവിക്കും? മാവേലിക്കരയിൽ കിട്ടാൻ പാടാണ്. മാവേലിക്കര ജയിക്കുകയല്ല. ഭൂരിപക്ഷമായ വോട്ടുകൾ ഇക്കൊടുത്ത് വർദ്ധിപ്പിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. വോട്ടിംഗ് മാറ്റാൻ കൂടും. ജയിക്കാൻ പാടാം. തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കുമോ? തീർച്ചയായും എടുക്കും. 100%. അത് ഉറപ്പിച്ചിരിക്കുന്ന സുരേഷ് ഗോപിക്കുള്ളതാണ് തൃശ്ശൂർ. അപ്പോൾ ഈ മോദിയുടെ ഈ ഒരു വരവ് അതും കൂടി ഉദ്ദേശത്തിലാണോ? ഉദ്ദേശമുള്ള വരവാണ് വരുന്നത്. സുരേഷ് ഗോപിക്ക് ജയിപ്പിക്കാൻ വേണ്ടി തന്നെ വരവാണ് ഈ വരവ്. ഒരുപാട് തിരക്കുകളുടെ ഇടയിലാണ് ഇങ്ങോട്ട് വരുന്നത്. അയോധ്യയിലെ പരിപാടികളിലേക്ക് ഇടയിലാണ് വരുന്നത്. ഞങ്ങൾ പോകുന്നുണ്ട്. അയോധ്യ പോകുന്നുണ്ടോ? ഫെബ്രുവരി മാസം പകുതിയോടുകൂടി ഞങ്ങൾ പോകും. മോദി എവിടെ ഉണ്ട്? അവിടെ എല്ലാം ഉണ്ടോ? മോദി എവിടെ ഉണ്ട്? അവിടെ എല്ലാം ഞങ്ങളുണ്ട്. മോദിക്ക് വേണ്ടി ഗുജറാത്തിൽ പോയി വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ. ഗുജറാത്തിൽ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ്. ആദ്യ ടൈം മത്സര സമയത്ത്. അപ്പോൾ വൻ പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റോഡ് ഷോ അടിപൊളിയാക്കാനുള്ള ശ്രമമാണ്. അതെ, അടിപൊളിയാണ്. എല്ലാവരും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കൊടിയെടുത്തോ. പോകുന്ന വഴിക്ക് ഇരുന്നോട്ടെ, കൊണ്ടിരിക്കും. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നും വന്ന് ചേരുകയാണ്. സമീപ ജില്ലകളിൽ നിന്നൊക്കെയുള്ള ആളുകൾ എത്തിച്ചേരുന്നു. അവരൊക്കെ തികഞ്ഞ ആവേശത്തിൽ തന്നെയാണുള്ളത്. നരേന്ദ്രമോദി വരുന്ന സമയവും കാത്ത് നിരവധി ആളുകൾ അവിടെ ഇടങ്ങളിലായി റോഡിന്റെ ഇരുവശത്തുമായി ഇപ്പോഴേ തമ്പടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്.